കാര്യമായ ഒരു ചോദ്യത്തിലേക്ക് ആണ് വരുന്നത്. കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ അടുത്ത അവസരങ്ങളില് വെച്ചാല് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് പല വാഗ്വാദങ്ങൾ നടക്കപ്പെട്ടു. അതിന്റെ തീർപ്പ് ഇന്ന് കൽപ്പിക്കുകയും ചെയ്തു. ആ തീർപ്പിനൊപ്പം തന്നെ നമുക്ക് നടപടികളും ഉത്തരങ്ങളും ഇന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു. കാര്യം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. എല്ലാം നിർണായകമാണ്. കാരണം എന്താ വെച്ചാല് തുടർഭരണം കടന്നു വന്നിരുന്ന് വീണ്ടും തുടർഭരണത്തിലേക്ക് കടക്കും എന്ന് പറയുന്ന LDF സർക്കാരിന്റെ ആ കാഴ്ചപ്പാട് ഈ വിജയമോ അല്ലെങ്കിൽ തോൽവിയോ വന്നാൽ അത് ഈ ഭരണത്തിന്റെ ഉത്തരവാദിത്തമാണോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് UDF ചോദിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് എന്ത് കാഴ്ചപ്പാടാണ് കാണാൻ കഴിയുക? നമ്മള് നിലമ്പൂര് ഇലക്ഷന്റെ സമയത്ത് നമ്മൾ 5-6 വീഡിയോ ഉണ്ടായിരുന്നു. അതിന്റെ പ്രവചനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മള് പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രശ്നം, നമ്മളെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ട്. വോട്ട് ചെയ്യുന്ന 100 ആളുകളിൽ ഒരു 60% ആളെങ്കിലും വ്യക്തമായി രാഷ്ട്രീയമുള്ള ജനങ്ങളാണ്, പക്ഷം പിടിച്ച് നിൽക്കുന്ന ജനങ്ങളാണ്. അപ്പൊ നമ്മൾ നിലമ്പൂര് ഇലക്ഷനിൽ തന്നെ നോക്കിയറിയാം. കാരണം 66,000-ലധികം വോട്ട് LDFന് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ UDFന് ഒരു 77, 10,000 വോട്ടിന്റെ വ്യത്യാസമാണ് UDF LDF തമ്മിലുള്ളത്. കാരണം ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ UDFന് അനുകൂല ഒരു മണ്ഡലമാണ്. പരമ്പരാഗതമായിട്ട് UDFന് അനുകൂല മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ UDFന് 77,000 വോട്ടും LDFന് 66,000. അതിന്റെ അർത്ഥം ജനങ്ങൾ പക്ഷം പിടിച്ച് നിൽക്കുന്ന ജനങ്ങളാണ് ഭൂരിഭാഗം. അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ വിലയിരുത്തൽ നിന്നോ അല്ലെങ്കിൽ ഭരണത്തിന്റെ ഗുണങ്ങൾ നോക്കിയിട്ട് ദോഷങ്ങൾ നോക്കിയിട്ടല്ല വോട്ട്. പ്രത്യേക തരം ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് നമ്മള് സർക്കാരിന്റെ ജനവിരുദ്ധ നയം അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ സർക്കാർ എടുക്കുന്ന നിലപാട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയാൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിക്കണമെന്നില്ല. കാരണം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഓരോ വാർഡിലും ഓരോ നാട്ടിലും ഓരോ വീടുകളിലും ഇന്ന് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് ചോദിച്ച് അവരുടെ മനസ്സിൽ നമ്മൾ ഈ നാട്ടിൽ ഇടപെടുന്ന പ്രവർത്തകർക്ക്, അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉള്ളിൽ താല്പര്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുള്ളൂ. സാധാരണ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ ഒരു 10 ആൾ ചെന്നൊരു എന്തെങ്കിലും സ്ലിപ്പ് കൊടുത്ത് പോകുന്നു, ഓക്കേട്ടാ എന്ന് പറഞ്ഞ് പോരുന്നൊരവസ്ഥയാണ്. അത്തരം രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഈ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇപ്പം നിലവിൽ കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്കിപ്പോൾ പ്രഥമ ദൃഷ്ട നിലമ്പൂർ ഇലക്ഷനും കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയുക, UDFന് ഒരു 78 സീറ്റ്, LDFന് ഒരു 65 സീറ്റ് മാക്സിമം ഒരു അവസ്ഥയാണ്. ഒരിക്കലും വലിയൊരു മാർജിന് കിട്ടാനുള്ള ചാൻസ് നിലവിൽ കാണാനില്ല. കാരണം നിലമ്പൂര് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടേണ്ട വോട്ടുകൾ ഒരു 50,000-ന് താഴെ ആയിരിക്കുകയും അതോടൊപ്പം UDFന് കിട്ടേണ്ട വോട്ടുകൾ ഒരു 80,000-ന് മുകളിലായിരിക്കുകയും ചെയ്തെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? LDFനെതിരെ ശക്തമായൊരു ജനവികാരമുണ്ട്. ആ ജനവികാരം കൊണ്ട് UDFന് വോട്ടായി മാറുന്നു എന്ന് പറയാം. പക്ഷെ അത്തരം ഒരു സാഹചര്യം ഈ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. അത് കാണാത്തതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് ഈ സർക്കാരിന്റെ ജനദ്രോഹമായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ജനങ്ങൾ മുഴുവൻ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരിക്കാനുള്ള സാഹചര്യം ഇപ്പോ ഇവിടെ ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോ നമ്മള് തന്നെ മത്സരിച്ച് അതിന്റെ ഒരു കൃത്യമായ ഒരു മറുപടിയാണ് ഇന്നുണ്ടായത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ എങ്ങനെ നമുക്ക് കണക്കാക്കാം? അത് നമ്മളെ ഇടതുപക്ഷത്തിന്റെ എന്താ പറയാ നയവും നിലപാടും അനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ കിട്ടാവുന്നിടത്തോളം പരമാവധി വോട്ടുകൾ പിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. അപ്പോൾ ആ വോട്ടിന്റെ ബേസ് നോക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ മുഴുവൻ അത് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ നിന്ന് ശക്തമായൊരു ചോർച്ചാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം അൻവർ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നും മത്സരിച്ചതിന് ഒരു 16,000 വോട്ട് മാത്രമാണ് കുറവ് വന്നിട്ടുള്ളതെന്ന്. അതുകൊണ്ട് LDFന്റെ അടിത്തറ തകർന്നു എന്നോ അവർക്കെതിരെ ഭയങ്കരമായൊരു ജനവിരുദ്ധമായ ഒരു
വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയും UDFന്റെ നേതൃത്വം കാര്യമായിട്ട് തർക്കങ്ങളോ വിഷയമില്ലാതെ എല്ലാ അർത്ഥത്തിലും ശക്തമായി പ്രവർത്തിക്കുന്നതിന് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ വിജയം ഉണ്ടായിട്ടുള്ളത്. അത് പ്രകാരമുള്ള ഒരു പ്രവർത്തനം, കാരണം നേതൃത്വത്തിൽ തമ്മിലടിയും പ്രവർത്തകർ തമ്മിലുള്ള ഒരു ഒത്തിണക്കും എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ UDFന് ഒരു സാധ്യത ഉണ്ടെന്നല്ലാതെ സർക്കാരിനെതിരെ ഒരു ജനവിരുദ്ധമായ ഒരു വോട്ട് എന്ന് കരുതിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും UDFന് ഒരു യാതൊരു സാധ്യത ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. കഠിനമായി പരിശ്രമിച്ചെങ്കിൽ മാത്രമാണ് UDFന് ഭരിക്കാനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ ഒരിക്കലും നിലമ്പൂർ അങ്ങോട്ട് ജയിച്ചു അതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ LDFനെതിരാണ്, അതുകൊണ്ട് എല്ലാവരും UDFന് വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിശകലനം കാലാകാലങ്ങൾ വിശകലനം ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് നമുക്ക് അങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയാനായിട്ട് പറ്റുള്ളൂ. UDF ശക്തമായിട്ട് എല്ലാ അർത്ഥത്തിലും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിലാണ് ഒരു ജയസാധ്യത ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ LDFന് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമുണ്ടെന്ന്, ഈ 66,000 വോട്ടോടെ പിടിച്ചു, അപ്പോൾ ഒരു 20,000 വോട്ട് നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പിടിച്ചു. ഒരു അത്തരം വിഭാഗം ആളുകളായിട്ട് LDF ഒരു സെറ്റിൽമെന്റ് കേരളം മുഴുവനും ഒരു സെറ്റിൽമെന്റിന് തയ്യാറാവുകയാണെങ്കിൽ LDFന്റെ നിലവിലുള്ള വോട്ട് ബാങ്കിന്റെ കൂടെ ആ വോട്ടുകളോട് കയറുകയാണെങ്കിൽ വീണ്ടും LDF തന്നെ ഭരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ലാണ്. ആ ഒരു സാധ്യത ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി തിരിച്ചറിയണം എന്നുള്ളൊരു അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാവുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ.